ഹായ്. അതുൽ രംഗനാഥ് കഥയും സംവിധാനം ചെയ്ത് 2025 പുറത്തിറങ്ങിയ എലീസ എന്ന ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ചിത്രത്തിൽ ബിനിൽ ദേവ്, ശ്രീഷ്മ സുരേഷ്, റീന മറിയ, LC സുകുമാരൻ, പോൾ പൗലോസ്, നിർമ്മൽ പാലാഴി, ഭീമൻ രഘു തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കുറെ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ നരഭോജികൾ, അതായത് മനുഷ്യന്മാരെ കൊന്നു കഴിക്കുന്ന കുറെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. റോങ് ടേൺ അതുപോലുള്ള കുറെ മൂവീസുകളൊക്കെ ഇംഗ്ലീഷിൽ തന്നെ ഉണ്ട്. അതിന്റെ അതുപോലെ ഇറക്കാൻ ശ്രമിച്ച ഒരു ചെറിയൊരു സിനിമയാണ് എലിസ എന്ന് പറയുന്ന ഈ ഒരു മൂവി. ഇത് ഫസ്റ്റ് ടൈം കണ്ടപ്പോ, അതായത് ഫസ്റ്റ് ഭാഗങ്ങളൊക്കെ കണ്ടപ്പോ ഈ പടം എന്തുവാണ്, കുറെ ഒരു ക്ലാഷ് ലവ് സ്റ്റോറി പറയുന്നുണ്ട്, അതിലിടക്ക് വേറൊരു ഒരു ഫാമിലിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ വിചാരിച്ചു അയ്യേ ഇതെന്ത് മോശമായിരിക്കും, എന്തായാലും വെച്ചു കാണാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് കണ്ട പടമാണ് ഈ എലീസ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഫസ്റ്റ് ടൈം കുറച്ച് മോശമാണെങ്കിലും പിന്നീട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ആകാംക്ഷ തോന്നാത്തത് വെച്ച് കഴിഞ്ഞാൽ അതിൽ അഭിനയിച്ചവർ ഒന്നുകൂടി നല്ല രീതിയിൽ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നല്ല കുറച്ച് ആൾക്കാരെ എടുത്ത് അഭിനയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പടം ക്ലിക്ക് ആവാൻ ചാൻസ് ഉള്ള ഒരു മൂവി ആയിരുന്നു എലീസ എന്ന് പറയുന്ന ഈ ഒരു സിനിമ കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തോന്നിയ എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതിന്റെ കഥ എന്ന് പറയുന്നത്, ഫസ്റ്റ് ടൈം ഇതിന്റെ ഒരു കഥ പറയുന്നത് ഒരു ട്രാജഡിയാണ്. അതായത് നമ്മുടെ ബിൻദേവ് എന്ന് പറയുന്ന കഥാപാത്രം, അവൻ്റെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. ആ ലവ് സ്റ്റോറിയിൽ അവനക്കൊരു ഒരു ഡ്രാമ ഉണ്ടാവുന്നുണ്ട്. അതായത് അവൻ സ്നേഹിച്ചിരുന്ന പെണ്ണ് മരണപ്പെടുന്നു. അതിനുശേഷം ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ഡോക്ടറുടെ ക്യാരക്ടറാണ് നമ്മുടെ ഭീമൻ രഘു ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഡോക്ടർ പറയുന്നുണ്ട്, ഇതിൽ നിന്നൊന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നീ ഒരു ചെറിയൊരു യാത്ര പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവന്റെ ഫ്രണ്ട് മെൽവിൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു യാത്ര പോവുകയാണ്. അതായത് മെൽവിന്റെ ഗേൾഫ്രണ്ട് ആണ് എൽസ എന്ന് പറയുന്ന ആ ഒരു പെങ്കൊച്ച്. അപ്പൊ ആ പെങ്കൊച്ചിനെ കാണാൻ വേണ്ടി ഒരു സർപ്രൈസ് ആയിട്ട് അവിടെ പോവാമെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും പോകുന്നു. അങ്ങനെ അവര് ഈ എൽസിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എൽസിനെ കാണാൻ വേണ്ടി പോകുന്ന പറഞ്ഞൊരു കാട് മൂടിയ ഒരു സ്ഥലം, അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരു വീട്. ആ വീട്ടിലുള്ള ആ ഫസ്റ്റിലത്തെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ അമ്മ, അവരുടെ മകള് അങ്ങനെ ഒരു 3 ആൾക്കാരാണ് ആ ഫാമിലിയിൽ കാണിക്കുന്നത്. വേറെ ആരും അങ്ങനെ കാണിക്കുന്നില്ല. അങ്ങനെ ഇവരങ്ങോട്ട് പോകുന്നു, ഒരു സർപ്രൈസ് കൊടുക്കുന്നു. ആ ഒരു സർപ്രൈസ് നമ്മുടെ എലീസ ആ ഒരു സർപ്രൈസ് ഏറ്റുവാങ്ങുന്നു. അതിലിടക്കാണ് ഇതിന്റെ ഓരോ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവനക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ അമ്മ ഒരു സാധനം കൊടുക്കുന്നുണ്ട്, ഒരു വെള്ളം കലക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇവരുടെ ക്യാരക്ടർ എന്താണെന്നുള്ള രീതിയിലോട്ട് വരുന്നത്. അതായത് ആ ഒരു ഫാമിലി ആണ് ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യന്മാരെ കൊന്ന് തിന്നുന്ന ഒരു ടീമുകളാണ് ആ ഒരു ഫാമിലി ഉള്ളത്, ആ അമ്മയും മകളും. അപ്പോ ഫസ്റ്റ് ടൈം ഈ അമ്മയുടെയും മകളുടെയും ആണ് കാണിക്കുന്നത്. അതായത് ഒരു രണ്ടുപേർക്കും ഭയങ്കര ആരെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ടീം വരുന്നത്, വന്നു കഴിഞ്ഞാൽ കൊല്ലുക, അവിടെ തിന്നുക എന്നുള്ളൊരു സിറ്റുവേഷൻ മാത്രമാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവനെ അലക്കാനുള്ള, അതായത് ഈ മെൽവിൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവന്റെ കൂട്ടുകാരൻ അവരെ വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ അവരെ വീട്ടിൽ വന്ന സമയത്ത് അവിടെ വേറൊരു വയസ്സായ ക്യാരക്ടർ ഉണ്ട്. അമ്മ പറയുന്നത് മോനെ ഇവിടുന്ന് രക്ഷപ്പെട്ടു, ഇവിടെ ഇങ്ങനെ കൊല്ലുന്ന ആൾക്കാരാണ്, കൊന്നു തിന്ന് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഇവൻ ആദ്യം വിശ്വസിക്കുന്നില്ല. പിന്നീട് അവനക്ക് ചെറിയൊരു ഭയം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി നല്ലോണം അഭിനയിക്കാൻ അറിയാവുന്ന കുറച്ച് ആൾക്കാരെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി രസകരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മൂവി ആയിരുന്നു കേട്ടോ ഈ എൽസ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അങ്ങനെ ഇവൻ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു. പക്ഷെ ഇവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അമ്മ മകളും ഇവനെ ലോക്കാക്കുന്നുണ്ട്. പിന്നെ ഇവനെ ഇടിച്ച് ഒരു സെറ്റാക്കി വെച്ചേക്കുന്നുണ്ട്. അതിലിടക്ക് വീണ്ടും എന്താ പറയാ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിലൊരു കഥാപാത്രത്തെ ഇവൻ കത്തി പിടിച്ചിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എൽസയുടെ അമ്മയെ കത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ഗൺ ഷോട്ടിൽ എൽസയുടെ അമ്മ മരണപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവൾക്ക് ഒരു അടി നമ്മുടെ ഈ കഥാപാത്രം, അതായത് ബിൻദേവിന്റെ കഥാപാത്രം ഒരു ഇടി അവർക്കും കൊടുത്തിട്ട് അവിടുന്ന് ഈ അമ്മനായിട്ട് രക്ഷപ്പെടാൻ പോവുകയാണ്. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി കാട്ടിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും ഒരു ട്വിസ്റ്റ്. അതായത് ഈ അമ്മൂമ്മ ഇവനെ തലക്കടിക്കുന്നു. അതേപോലെ തന്നെ വയറ്റിനൊരു കുത്തും കൊടുത്തിട്ട് ഇവനെ കെട്ടിയിട്ടിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഈ സ്ത്രീയാണ് ഈ പറഞ്ഞ രണ്ടുപേർക്കും, അതായത് ഈ മനുഷ്യന്റെ ഇറച്ചി എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുറത്ത് എവിടെയോ പോയ സമയത്ത്
അവിടുന്ന് അവിടെ എന്തോ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അവിടെ പെട്ടുപോകുന്നുണ്ട്. അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് വരുന്ന സമയത്ത് ഫ്ലൈറ്റ് ഒരു അപകടത്തിൽപ്പെട്ട് ഒരു മഞ്ഞുള്ള സ്ഥലത്ത് പെട്ടുപോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഭക്ഷണങ്ങളൊന്നും ഇല്ലാണ്ടാവുമ്പോൾ അവിടെ മരിച്ചു വീണവരുടെ ഭക്ഷണം കഴിച്ച് ആ ഒരു ടേസ്റ്റ് ഇവർക്ക് മറക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് നാട്ടിൽ വന്നപ്പോഴും ഈ പറയുന്ന ഈ അനാഥരായിട്ടുള്ള ആൾക്കാരൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നൈസായിട്ട് കൊല്ലുക, തിന്നുക എന്നുള്ള പ്രവണത ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു പ്രവണത ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന 2-3 കഥാപാത്രങ്ങൾ അവിടെ വെച്ച് കൊന്ന് സെറ്റ് ആക്കുന്നുണ്ട്. ആരും ഈ രക്ഷപ്പെടുന്നില്ല. അതായത് നമ്മുടെ ഈ മെൽവിൻ എന്ന് പറയുന്ന കഥാപാത്രവും അതേപോലെ ബിനിൽ ദേവിന്റെ കഥാപാത്രവും ഒക്കെ അവിടെ തന്നെ മരണപ്പെടുന്നുണ്ട്. ആരും പുറത്തു പോയി രക്ഷപ്പെടുന്ന ഒന്നും കാണിക്കുന്നില്ല. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ നിർമ്മൽ പാലാഴി ഏറ്റവും ലാസ്റ്റില് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തുന്നുണ്ട്, ഈ വീട്ടിലോട്ട് കയറുന്നുണ്ട്. അപ്പോ ഇവള് നല്ലൊരു ഇരയെ കിട്ടിയ രീതിയിൽ ഇവൾ അയാളെ നോക്കുന്ന ഒരു സീനിലൂടെയാണ് പടം അവസാനിപ്പിക്കുന്നത്. പക്ഷെ ഈ പടം ഒന്നുകൂടി രസകരമായിട്ട് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടി നല്ല നല്ല ഒരു അഭിനയിക്കാൻ അറിയാവുന്ന കുറച്ച് ആൾക്കാരെയും പിന്നെ കുറച്ചുകൂടി നല്ല ഒരു തിരക്കഥ കൂടി ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു എലീസ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പൊ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സിനിമയാണ് എലീസ എന്ന് പറയുന്ന മൂവി. ഞാൻ കണ്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1 വാച്ച് മൂവി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ് എലീസ. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.